പൊഴിഞ്ഞു പോയ തലമുടി എത്രയും വേഗം തിരിച്ചു വളരാൻ ഈ 5 കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പല സാഹചര്യത്തിലും മുടി പൊഴിഞ്ഞു പോകാറുണ്ടല്ലേ. ഇപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ആയിക്കോട്ടെ, ഇല്ല എങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കും, അല്ല എങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ആ രോഗത്തിന്റെ ഒരു എഫക്റ്റ് എന്ന നിലയിൽ മുടി കൊഴിഞ്ഞു പോകാറുണ്ടല്ലേ. നമ്മുടെ മുടിയെ ബാധിക്കുന്ന ചില ഇന രോഗങ്ങൾ ഇപ്പോൾ തലയോട്ടിൽ വരുന്ന സ്കാൽപ്പ് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, താരൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മുടി പൊഴിഞ്ഞു പോകാം. അല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വണ്ണം കുറയ്ക്കാനായിട്ട് ഡയറ്റിംഗ് ചെയ്യുകയാണെങ്കിലോ മുടി പൊഴിഞ്ഞു പോകാം കേട്ടോ. ഇങ്ങനെ പല സാഹചര്യത്തിലും നമുക്ക് മുടി പൊഴിയാറുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം റിക്കവർ ആയിട്ട് മുടി പെട്ടെന്ന് വളർന്നാൽ മാത്രമേ നമുക്ക് മുടി പൊഴിച്ചിൽ മാറി തലയിൽ മുടി പഴയ അവസ്ഥയിൽ എത്തുകയുള്ളൂ. എന്നാൽ നമുക്ക് മുടി പോകുന്നത്ര സ്പീഡിൽ തിരിച്ചു വളർന്നു വന്നില്ല എങ്കിലോ പലപ്പോഴും തലയിലെ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരാം. കാണുമ്പോൾ കഷണ്ടി ഫീൽ ചെയ്യും. പല ഹെയർ സ്റ്റൈലുകൾ ഇഷ്ടമുള്ളവർക്ക് മുടിയുടെ ഉള്ളു കുറവാണെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കഴിയാതെ വരും. പുരുഷന്മാർക്കാണെങ്കിൽ തലമുടി ചെയ്യുമ്പോൾ മുടിക്ക് ഉള്ളില്ലാതെ കഷണ്ടി ഫീൽ ചെയ്യും. ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്നെങ്കിൽ പൊഴിഞ്ഞു പോകുന്ന മുടി വളരെ പെട്ടെന്ന് തന്നെ റീഗ്രോത്ത് ചെയ്യുകയും വേണം. അപ്പോൾ ബാക്കി ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അടുത്ത ഷോർട്സിൽ കാണാം.